ഹലോ മക്കളെ, നമ്മൾ ടോട്ടൽ 7 ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 9 യൂണിറ്റുകൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് പഠിക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എന്താണ് ആദ്യത്തെ പോയിന്റ്? ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ഹെഡ്സ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുക. പക്ഷെ അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പലപ്പോഴും പല കുട്ടികളും ലാംഡ എന്ന് എഴുതിക്കുക. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് മീറ്റർ. ഇനി പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ എന്നാണ് പറയുക. പവർ ഓഫ് ലെൻസ് കേൾക്കുമ്പോൾ പവർ കേൾക്കുമ്പോൾ വാട്ട് എന്ന് എഴുതിക്കരുത്. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താ വെച്ചാൽ അത് ഡയോപ്റ്റർ ആണ് ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 യൂണിറ്റും പഠിച്ചല്ലോ. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ആവർത്തനം എന്ന് പറഞ്ഞാൽ നോ യൂണിറ്റ് എന്ന് ഓർത്തിരിക്കുക. ആവർത്തനത്തിന് എന്തില്ല? മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഇലക്ട്രിക് പവർ എന്ന് കേൾക്കുമ്പോൾ വാട്ടാണ്. ഇലക്ട്രിക് പവർ എന്താണ്? വാട്ട്. വൈദ്യുത പവറിന്റെ യൂണിറ്റ് വാട്ട്. അതിനെ W എന്നിട്ട് സൂചിപ്പിക്കുന്നു. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വൈദ്യോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് എന്ന് പറഞ്ഞാൽ KWH ആണ്. കിലോ വാട്ട് അവർ എന്ന് പറയും. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അതിന് ഒരു യൂണിറ്റ് എനർജി എന്നൊക്കെ പറയും. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അതിന് യൂണിറ്റ് നമുക്കറിയാം ഏതാണ്? ഓം എന്നറിയാം. പക്ഷെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിന് റോ എന്ന സൂചിപ്പിക്കുക. അതിന്റെ യൂണിറ്റ് ഓം മീറ്റർ എന്നാണ്. യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. റോ അല്ല, ഓം മീറ്റർ എന്ന് ഓർത്തിരിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നോ യൂണിറ്റ്. യാന്ത്രിക ലാഭത്തിന് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു 9 യൂണിറ്റും വളരെ ക്ലിയർ ആയിട്ട് ഒറ്റ തവണ കേട്ടാൽ പഠിക്കും. സെറ്റ്.